കുട്ടീസ് ആൻഡ് പാരൻസ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ എത്തിയിട്ടുള്ളത് ഹോം ടീച്ചിങ്ങിൻ്റെ ഒരു എപ്പിസോഡുമായിട്ടാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെ കുട്ടികളെ എന്ത് പഠിപ്പിക്കാം, സയൻസ് പഠിപ്പിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കുട്ടികളെ വളരെ എളുപ്പത്തിൽ തന്നെ സയൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കുട്ടികളെ സയൻസ് പഠിപ്പിക്കാനും സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമ്മൾ കൊടുക്കാനുള്ളതെന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതോടൊപ്പം തന്നെ ഞാൻ ഈ വീഡിയോയുടെ എൻഡിങ്ങിലായിട്ട് എൻ്റെ മോനെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് കൂടി കാണിക്കുന്നുണ്ട്. വലിയ എക്സ്പെരിമെൻ്റ് ഒന്നും അല്ല, നമുക്ക് കൊച്ചു കുട്ടികളെ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചെറുത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എങ്ങനെയാണ് സയൻസ് പഠിപ്പിക്കുക. അപ്പോൾ സയൻസ് ആയിട്ടല്ല നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് EVS അല്ലെങ്കിൽ സറൗണ്ടിങ്സ് എന്നൊക്കെ രീതിയിലാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു പ്ലാന്റിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ ആദ്യം ഒരു പ്ലാന്റിനെ കൊണ്ടുവരിക, എന്നിട്ട് എന്ത് ചെയ്യുക, പ്ലാന്റ്സിൻ്റെ പാർട്സിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുട്ടികളെ സയൻസ് പരമായിട്ട് പഠിപ്പിക്കാൻ തന്നെ നമുക്ക് ചെറിയ അളവ് മെഷർമെൻറ്റ്സ് എടുക്കാനും, പിന്നെ അതുപോലെ തന്നെ ഡൈല്യൂട്ട് ചെയ്യാനും, പിന്നെ സാൾട്ട്, ഷുഗർ എന്നിവയെല്ലാം നമുക്ക് തിരിച്ചറിയാനൊക്കെ ആദ്യം തന്നെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം. അതാണ് നമുക്ക് ഫസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബോഡി പാർട്സ്, കുട്ടികളുടെ ബോഡി പാർട്സ്, അതുപോലെ തന്നെ കണ്ണ്, കൈ, ഇതൊക്കെ നമ്മുടെ സെൻസ് ഓർഗൻസ്, അതൊക്കെ തന്നെ നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ EVS ആയിട്ട് പഠിപ്പിക്കുമ്പോൾ അതിൽ നമ്മുടെ ജോഗ്രഫിയും ഹിസ്റ്ററിയൊക്കെ കൂടി വരും. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നതെന്ന് വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഗ്ലോബ് കൊണ്ടുവന്നിട്ട് അതിലുള്ള അതിൽ നമ്മുടെ ഓരോ രാജ്യങ്ങളും പല പല കളറിലാണല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കത് കാണിച്ചു കൊടുക്കാനും അതിൻ്റെ പേര്, കോണ്ടിനെൻസിൻ്റെ പേര്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, രാവും പകലും, അതായത് മോർണിംഗും നൈറ്റും ഒക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ഗ്ലോബ് തിരിച്ചിട്ട് ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഗ്ലോബ് തിരിച്ചിട്ട് അതൊക്കെ കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സീസൺസിനെ കുറിച്ച് പഠിപ്പിക്കാം. അതായത് സീസൺസ് മീൻസ് നമ്മുടെ റെയിനി സീസൺ, വിൻ്റർ, അങ്ങനെയൊക്കെയുള്ള സീസൺസ് എങ്ങനെയാണ് വരുന്നത്, അതിന് നമുക്കൊരു സർക്കിളൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അത് വെച്ചിട്ട് ഒരു ആക്ടിവിറ്റി പോലെ നമുക്ക് ചെയ്ത് അതുകൂടി പറഞ്ഞു കൊടുക്കാം. പിന്നെ അതുപോലെ നമുക്ക് കുട്ടികൾക്ക് പ്രകൃതിയിൽ നിരീക്ഷിക്കാനായിട്ട് ഒത്തിരി വസ്തുക്കളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇൻസെക്ട്സ്, പിന്നെ ആനിമൽസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആനിമൽസിൻ്റെ പ്രത്യേകത എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സയൻസിലൂടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് ടൈപ്പ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ചെയ്തു കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് ആദ്യം ഒന്ന് നിന്ന് നമുക്കൊരു ഇൻട്രസ്റ്റ് വരുത്താനായിട്ട്, കുട്ടികളുടെ ഇൻട്രസ്റ്റ് വരുത്താനായിട്ട് നമുക്ക് ചെറിയൊരു എക്സ്പെരിമെൻറ്റ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. അതായത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു സാൾട്ടോ അല്ലെങ്കിൽ ഷുഗറോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കാനോ സാൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ നമുക്ക് നിന്ന് ചെയ്തു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സ്പെരിമെൻറ്റ് ഞാനിവിടെ എൻ്റെ മോനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വന്നാലോ. ഓക്കെ കൂട്ടുകാരെ, സ്പൂണുണ്ട്, ലെമൺ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ആദ്യം ലെമണിനെ പിഴിഞ്ഞു വന്നോ. എങ്ങനെയാണ് പിഴിയേണ്ടത് മുച്ച് കാണിച്ചത്. ഇങ്ങനെയാണ് ലെമണിനെ പിഴിയാനായിട്ടുള്ള. ഇങ്ങനെ പിഴിഞ്ഞോ, പിഴിഞ്ഞ് നോക്കുന്നു, അവിടെ ഇതൊക്കെ പിഴിഞ്ഞോ, നന്നായിട്ട് പിരിയാ മോനെ. അമ്മച്ചി കാണിച്ചു തരുന്നത് ഇങ്ങനെ കണ്ട പിരിഞ്ഞോ, പിരിഞ്ഞോ, ഇവിടെ അവിടോട്ട് പിരിഞ്ഞു. ഇപ്പൊ നമ്മുടെ ലെമൺ ജ്യൂസ് ആയാലേ കണ്ട എത്തിപ്പോലും ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, കറണ്ട് എടുത്ത് കലക്കിയത്. ഇനി നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് ചേർക്കാം കേട്ടോ. ഷുഗർ ഫിതാൻ കൂടെ എടുത്തോന്നാ. പിന്നെ അതൊന്നും ഫിതാൻ കൂടെ ഷുഗർ എടുത്തു കുറച്ച് ഇനി അതിലോട്ട് ഇട്ടോ, കുറച്ചുകൂടി എടുത്തു അതിലോട്ട് ഇട്ടോ. ഗുഡ് ബോയ്. ഷുഗർ മതി കേട്ടോ. ഇനി വെള്ളം ഒഴിക്കാം.
ഇത് ഡൈല്യൂട്ട് ചെയ്യാം നമുക്ക്. ഈ ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്ത് ഒഴിക്കും മോനെ. ഷുഗർ ഡൈല്യൂട്ട് ആയി. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. നമുക്ക് വെള്ളം ഒഴിക്കാം. എന്നാ വെള്ളം എടുത്ത് ഒഴിച്ചു. ഇതിലോട്ട് ഒഴിച്ചു. ഗുഡ് ബോയ്. ഇനി ഈ വെള്ളം കൂടെ ഒഴിച്ചു. എന്നാ ഈ വെള്ളം കൂടെ ഒഴിച്ചു. ഓക്കെ ഓക്കെ. എന്നിട്ട് നന്നായിട്ട് കലക്കാം. നമ്മൾ എന്താണ് ഉണ്ടാക്കിയത്? ഷുഗർ മതി. നമുക്ക് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യാം. നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് മിക്സ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്യും. ഇപ്പൊ എന്താണ് ഉണ്ടാക്കിയത് നമ്മള്? ലെമൺ ജ്യൂസ്. പറ ഫിദാനി. ലെമൺ ജ്യൂസ്. ഇനി നീ കുടിച്ചു നോക്കണം. ലെമൺ ജ്യൂസ് ആയല്ലോ. ഫിദാങ്കൂട്ടം ഉണ്ടാക്കിയ ലെമൺ ജ്യൂസ് ഫിദാങ്കൂട്ടം കുടിച്ചു നോക്ക്. ഉമ്മച്ചി ചോദിച്ചേട്ടാ. നിങ്ങളെല്ലാവരും എൻ്റെ മോൻ ചെയ്ത എക്സ്പെരിമെൻ്റ് എല്ലാം കണ്ടിട്ട് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലായില്ലേ? നമ്മളെ കൊച്ചു കുട്ടികളെ കൊണ്ടിട്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സയൻസിലോട്ടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരുത്താൻ വേണ്ടി പറ്റുമല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, എന്താണ് പ്ലാന്റ്സിൻ്റെ പാർട്സ് പഠിപ്പിക്കാമെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.